മലപ്പുറം മൂർങ്ങാട്ടിൽ കിണറ്റിലകപ്പെട്ട് ഇന്നലെ രക്ഷപ്പെടുത്തിയ ആനയുടെ കാര്യത്തിലേക്ക് വന്നാൽ കരക്ക് കയറ്റിയ ആനയെ കാടുകയറ്റാൻ കുങ്കി ആനകൾ എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. കൊടുമ്പുഴ ഫോറസ്റ്റ് ഓഫീസിലാണ് 2 കുങ്കി ആനകളെ എത്തിച്ചത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമായിരിക്കും കുങ്കി ആനകളെ വെച്ചുള്ള നിരീക്ഷണം. മുഹമ്മദ് ഷംസീർ വിശദാംശങ്ങൾ നൽകും. ഷംസീർ, ഏറെക്കുറെ ഒരു 23 മണിക്കൂറോളം കിണറ്റിൽ കഴിഞ്ഞിരുന്ന ആന ഇന്നലെ ഒരു പാത, കിണറിൽ നിന്നും ഒരു പാത പുറത്തേക്ക് ഒരുക്കി വളരെ ശ്രമകരമായ ദൗത്യത്തിനൊടുക്കമാണ് കരക്കെത്തിച്ചതിന് ശേഷം അതിന്റെ ആരോഗ്യനില കൃത്യമായി നിരീക്ഷിച്ചിരുന്നു. എന്താണ് ഇപ്പോൾ അതിന്റെ കണ്ടീഷൻ? ഈ കുങ്കിയാനകൾ എത്തിച്ചതിനെ കാടുകയറ്റാനുള്ള ശ്രമം എപ്പോഴത്തേക്ക് പൂർത്തിയാക്കാൻ കഴിയും ഷംസീർ? സൈഫു, ഇന്നലെ ഈ കിണറ്റിൽ നിന്ന് ആനകളെ പുറത്തേക്ക് എത്തിക്കാൻ തന്നെയുള്ള ദൗത്യത്തിലേക്ക് എത്തിയത് നാട്ടുകാരുമായുള്ള ഒരു സമവായ ചർച്ചയ്ക്കൊടുവിലായിരുന്നു. നാട്ടുകാർ ആദ്യം തന്നെ പറഞ്ഞിരുന്നത് ഈ വനത്തിലേക്ക് ഈ കാട്ടാനയെ തുറന്നുവിടാൻ സമ്മതിക്കില്ല എന്നുള്ളതായിരുന്നു. ഒടുവിൽ ചില കണ്ടീഷൻസ് വെച്ചിരുന്നു നാട്ടുകാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിൽ. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു കാട്ടാന ആക്രമണം തടയാൻ നടപടികൾ വേണമെന്നുള്ളത്. അതിൽ പെട്ട ഒന്നാണ് കുങ്കിയാനകളെ എത്തിക്കും എന്നുള്ളത്. അവിടെ ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള തീരുമാനമായിട്ടുണ്ടോ, അപ്പം തന്നെ മറ്റു വാച്ചർമാരെ നിയമിക്കാനൊക്കെയുള്ള തീരുമാനങ്ങളായിരുന്നു. അതിൽ ആദ്യത്തേതാണ് ഫെൻസിങ്ങിന് മുൻപ് കുങ്കിയാനകളെ എത്തിച്ച് നാട്ടിലേക്ക് ഇനി കാട്ടാന ഇറങ്ങുന്നത് തടയാൻ വേണ്ടിയുള്ള നടപടികൾ തുടങ്ങുമെന്ന് ഇന്നലെ തന്നെ ഉറപ്പ് കൊടുത്തതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി തന്നെ കുങ്കിയാനകളെ എത്തിച്ചു. ഇന്നിപ്പോൾ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം, വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം കുങ്കിയാനകളെ വനമേഖലയിലേക്ക് എത്തിച്ച് കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാനുള്ള നടപടികൾ തുടങ്ങുമെന്നുള്ളതാണ് അറിയിക്കുന്നത്. ഈ കോന്നി, സുരേന്ദ്രൻ, വിക്രമൻ എന്നീ 2 കുങ്കിയാനകളെയാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. കൊടുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരത്ത് ഇപ്പോൾ കുങ്കിയാനകളെ എത്തിച്ചിട്ടുണ്ട്. ഈ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമായിരിക്കും കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് കാട്ടാനകളെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാൻ വേണ്ടിയുള്ള നടപടിയിലേക്ക് നീങ്ങുക. നിലവിൽ ഇന്നലെ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആന ഉൾവനത്തിലേക്ക് നീങ്ങുന്നുണ്ട് എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്ന വിവരം. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ആ പ്രദേശത്തുകാരും ആശ്വാസത്തിലാണ്. കാരണം കുങ്കിയാനകളെ എത്തിക്കുന്നു, ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ ദ്രുതഗതിയിൽ നടത്തുമെന്നുള്ള ഉറപ്പ് കൂടി നാട്ടുകാർക്ക് നൽകിയിട്ടുണ്ട്. ഇത് പാലിക്കപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ കൂടിയാണ് പ്രദേശവാസികളുള്ളത്. പ്രത്യേകിച്ച് ഇന്ന് കുങ്കിയാനകളെ കൂടി എത്തിച്ച സാഹചര്യത്തിൽ മറ്റു നടപടികളും വേഗത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്.